ആലത്തൂരിലും ഇതുപോലെ തന്നെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. ഏറ്റവും ഒടുവിലെ വിവരം അനുസരിച്ച് 80.33% വോട്ടാണ് ആലത്തൂരിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 76.2% ആലത്തൂരിലെ പോളിംഗ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ആലത്തൂരിൽ കാര്യങ്ങളെല്ലാം. പ്രചാരണത്തിന്റെ തുടക്കം മുതൽ കണ്ട ആവേശം കൊട്ടിക്കലാശത്തിലും ഒടുവിൽ പോളിംഗ് ബൂത്തിലും ദൃശ്യമായി. രാവിലെ മുതൽ വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തുകളിലെത്തുന്ന കാഴ്ചയായിരുന്നു എങ്ങും. കഴിഞ്ഞ ദിവസം അക്രമമുണ്ടായ ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ ബൂത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. വോട്ടർമാരുടെ നീണ്ട നിര വൈകിട്ട് 6 മണിക്ക് ശേഷവും പലയിടത്തും കണ്ടു. കുഴൽമന്ദം കളപ്പെട്ടി GLP സ്കൂളിലും വടക്കാഞ്ചേരി എരുമപ്പെട്ടി ജ്ഞാനോദയം UP സ്കൂളിലും പോളിംഗ് രാത്രി 10 മണി വരെ നീണ്ടു. എല്ലായിടത്തും പോളിംഗ് സമാധാനപരമായിരുന്നു. ചുരുക്കം ചില ബൂത്തുകളിൽ പോളിംഗ് യന്ത്രത്തിന്റെ തകരാറ് സമയം വൈകാനിടയാക്കിയതൊഴിച്ചാൽ മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നും എവിടെയും ഉണ്ടായില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധന തുണയാകുമെന്നാണ് UDFന്റെയും LDFന്റെയും പ്രതീക്ഷ. ആലത്തൂർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ കാണാത്ത അത്രയും ആവേശത്തോടെ. ഇനി കണക്കുകൾ കൂട്ടിയുള്ള കാത്തിരിപ്പിന്റെ ഒരു മാസക്കാലം. ഷനു ബാലകൃഷ്ണനോടൊപ്പം PM ഷബീർ, മീഡിയ 1, ആലത്തൂർ.